ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ടു റെസിപ്പീസ് വേൾഡ്. എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു നാടൻ കറിയായ ചക്കക്കുരു മാങ്ങ ചെമ്മീനായിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. നമ്മുടെ റെസിപ്പീസ് വേൾഡ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി പ്രസ് ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനു വേണ്ടി ഞാനൊരു 10-15 ചക്കക്കുരു കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം. ബാക്കിയുള്ള ചേരുവകൾക്ക് വേവ് കുറവായതുകൊണ്ട് ചക്കക്കുരു മാത്രം നമ്മളൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഒരു 2 ചുവന്നുള്ളി, കുറച്ച് ജീരകം, ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരപ്പ് അരച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു പച്ചമാങ്ങയാണ്. അതിൻ്റെ പകുതി പച്ചമാങ്ങ എടുത്തിട്ടുള്ളൂ. നല്ല പുളിയുള്ള മാങ്ങയാണ്. തൊലി കളഞ്ഞ് വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം. നമ്മുടെ ചക്കക്കുരു വെന്തിട്ടുണ്ട്. അത് നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാം. അതിലേക്ക് പച്ചമാങ്ങ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഉണക്കച്ചെമ്മീനാണ് ഞാനിവിടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് പച്ചച്ചെമ്മീൻ കിട്ടുമെങ്കിൽ പച്ചച്ചെമ്മീൻ ചേർത്താലും മതി. ഇത്രയും ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. മാങ്ങയെല്ലാം നല്ലതുപോലെ വെന്ത് വരുമ്പോൾ നമ്മുടെ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് താളിച്ചിടണം. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അധികം നേരം വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഒരു തിള വരുമ്പോൾ തന്നെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. വറവിടാനായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുക. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ചതച്ച മുളക് ഒരു 1/2 ടീസ്പൂൺ ഈ സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറി താളിക്കുമ്പോൾ ഒരു കറിയുടെ മുകളിൽ ഈ ഒരു മുളകിൻ്റെ ഒരു ഭംഗി കൂടി ഉണ്ടാവും. ചതച്ച മുളകിൻ്റെ ചേർത്ത് താളിക്കുകയാണെങ്കിൽ. അപ്പോൾ താളിച്ചത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ചതച്ച മുളകില്ലെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ചേർത്താലും മതി. ഒരു നുള്ള് മുളക് പൊടി ചേർക്കുക ഈ സമയത്ത്. അങ്ങനെ നമ്മുടെ ചക്കക്കുരു മാങ്ങ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് പറയുക. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്ത എല്ലാ വീഡിയോസും ഒന്ന് കാണാൻ ശ്രമിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഫ്രം റെസിപ്പീസ് വേൾഡ്. താങ്ക് യു.